അല്ലല്ലോ തന്നത്. ഇവിടെ എന്നെ മുന്നിലേക്ക് വെക്കുന്നത് അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ MLA ആണ്. അദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റർ പതിച്ച് നടന്ന ഒരു പ്രവർത്തകയായിരുന്നു ഞാൻ ആ കാലഘട്ടത്തിൽ. പിന്നീടാണ് അദ്ദേഹം എന്നെ കണ്ടെത്തിയതും എന്നോട് നിൽക്കാൻ ആവശ്യപ്പെട്ടതും. ഞാൻ വന്ന് ചോദിച്ചതല്ല, എന്നോട് നിൽക്കാൻ ആവശ്യപ്പെട്ട് എന്നെ വിളിച്ചതാണ്. അവർ പറയുന്നു. പക്ഷെ ഞാൻ പറയുന്നത് നഗരത്തിലെ ഒരു ഭരണം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് കട്ട് ചെയ്ത് ഓരോരുത്തർക്ക് നിലനിൽപ്പിനും വായടയ്ക്കാൻ വേണ്ടി കൊടുക്കേണ്ടതല്ല. ഇത് ജനങ്ങൾക്ക് വീണ് കിട്ടിയിട്ടുള്ള അവസരമാണിത്. ഈ അവസരം ജനങ്ങൾ നൽകിയതാണ്. ജനങ്ങളുടെ ആവശ്യങ്ങളും വികസനവും ക്ഷേമവും നോക്കാൻ ഒരു മേയറെ കൊണ്ടുവരുമ്പോൾ ആ മേയർ സ്ഥാനം പലരുടെയും വായടപ്പിക്കാൻ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതല്ല. അവർ ഭരിക്കട്ടെ. നിജി ജസ്റ്റിനെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ നയിക്കട്ടെ 5 വർഷവും. അല്ലെങ്കിൽ കൊടുക്കാൻ ഇവിടെ അർഹതയുള്ളത്. നിജി ജസ്റ്റിന് പിന്തുണയുണ്ടോ ലാലി ജെയിംസിന്റെ? വ്യക്തിപരമായിട്ടില്ല. ഒരു കോൺഗ്രസിന്റെ മേയർ എന്ന നിലയ്ക്ക് ഉള്ള ഒരു പിന്തുണ, അല്ലാണ്ട് വ്യക്തിപരമായിട്ട് അവർ ജെയിംസിനോട് അടുത്ത മേയർ ആവാൻ ആവശ്യപ്പെട്ടാൽ ഇല്ല. അത് ഞാൻ മനസ്സിലാക്കുന്നത് അവസാന ടേമിലേക്ക് എന്നെ മാറ്റി നിർത്തിയതിൻ്റെ കാരണവും നിയമസഭ അടുത്തു വരുമ്പോൾ സാമൂഹിക ഈ ഒരു എന്താ പറയുക സാമുദായിക പരിഗണനയിൽ ഇത് മതേതരത്വ പാർട്ടിയാണ്. മതേതരത്വ പാർട്ടി ഏകദേശം ഇവിടുത്തെ വിജയം കഴിഞ്ഞ് എത്രയോ ദിവസമാണ് സാമുദായിക ഒരു സന്തുലിതാവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ തവണ അവിടെ ഇവിടെയും കയറി നടന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അവസാനം ഗതിയില്ലാതെ വന്നപ്പോൾ അവർ ഒരു വ്യക്തിയെ നൂലും ഇറക്കി കൊണ്ടുവന്നു. ഈ പാർട്ടി നടപടി ഉണ്ടായാൽ ലാലി ജെയിംസ് പദവി രാജിവെച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള ധൈര്യം കാണിക്കും. അത് അത്രത്തോളം ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. കോൺഗ്രസ്സുകാരി തന്നെ, അതിൽ ഒരു സംശയമില്ല. അച്ചടക്ക നടപടി ഉണ്ടായാലും ഇവർ 4 ആളല്ലല്ലോ സുഹൃത്തുക്കളെ ഇവിടെ പാർട്ടി എന്ന് പറയുന്നത്. ഇതിന് മേൽഘടകമുണ്ട്. ഇതിൽ അപ്പുറത്തിരിക്കുന്ന, അതായത് ഇവിടെ KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവിൻ്റെ ഗ്രൂപ്പാണ് ഇതിവിടെ കളിച്ചിട്ടുള്ളത്. റോളുണ്ട്. അത് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ നിന്ന് എങ്ങോട്ട് പോയി എങ്ങോട്ട് വന്നു ആർക്കൊക്കെ കൊടുത്തു ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അറിഞ്ഞുകൂടാ. ജയ്സ അത്തരം ചോദ്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ കേട്ട കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവരെ കൂടെ പോയിട്ടില്ല. എന്നെ 2-3 പേര് വിളിച്ചു. അവരെ വിളിപ്പിച്ചതാണ്. എന്നോട് പറഞ്ഞു ഇനി കൂടുതൽ പ്രതികരണങ്ങൾ വേണ്ട, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു ഉപദേശകരുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ കൂടുതലായി മനസ്സ് തുറന്നിട്ടില്ല. ഞാൻ മനസ്സ് തുറക്കേണ്ട ഘട്ടം വന്നാൽ തീർച്ചയായും ആ മനസ്സ് ഞാൻ തുറക്കും. ആ മനസ്സ് തുറക്കുമ്പോൾ അതിന്റെ സ്റ്റെപ്പിനുള്ളിൽ നിന്ന് രാജൻ പല്ലന്റെ ചില രഹസ്യങ്ങൾ പുറത്തു വരും. അത് രാജൻ പല്ലൻ ഉൾപ്പെടെയുള്ള കൂടുതൽ അദ്ദേഹമാണ് ഇതിനകത്ത് കളിച്ചത്. അദ്ദേഹം ഒരു ചരട് വലിച്ചത് ഈ തൃശ്ശൂർ സീറ്റ്, നിയമസഭാ സീറ്റ് അദ്ദേഹത്തിന് വേണം. ഈ നിയമസഭാ സീറ്റ് രാജൻ പല്ലന് കിട്ടാൻ വേണ്ടി ഒരു ഹിന്ദു മേയറെ കൊണ്ടുവരാൻ പരമാവധി പരിശ്രമിച്ചു. ആ പരിശ്രമം വിഫലമായപ്പോൾ ഒരു സന്തുലിതാവസ്ഥ ഇവിടെ RC വേണമെന്ന് പറഞ്ഞു എന്നെ മുന്നോട്ട് വെച്ചു. എന്നെ മുന്നോട്ട് വെച്ച സാഹചര്യത്തിൽ വീണ്ടും ഇവരെ മറ്റൊരാളിലേക്ക് കടക്കുകയും, അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ മേയറെ പഠിപ്പിക്കാൻ ട്യൂഷൻ മാസ്റ്റർമാരിവിടെ വേണ്ടി വരും. നിജി ജസ്റ്റിൻ എന്ന് പറഞ്ഞ മേയർക്ക് ട്യൂഷൻ കൊടുക്കേണ്ടി വരും. ട്യൂഷൻ കൊടുക്കുന്നതിലെ പ്രധാനപ്പെട്ട അധ്യാപകൻ ഒരുപക്ഷെ രാജൻ പല്ലനായിരിക്കും. അവർക്ക് ഈ 5 വർഷവും ഇനി റോൾ ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അവസരം കിട്ടാൻ വേണ്ടി അദ്ദേഹവും കാത്തിരിക്കും. എന്തിനാ പരാതിപ്പെടണേ? അദ്ദേഹം ഇവിടെ ട്യൂഷൻ പഠിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾ ശക്തമായി എതിർക്കും. കാരണം ഞങ്ങൾ അത്യാവശ്യം അദ്ദേഹം 5 വർഷ കൗൺസിലർ, ഞാൻ 4 തവണയായി. അദ്ദേഹം 5 തവണ, ഞാൻ 4ാം തവണ. അപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകളും ഞങ്ങളുണ്ട്. ട്യൂഷൻ മാസ്റ്റേഴ്സിൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ ഞങ്ങൾ പറയും. അല്ല, അത് വരട്ടെ, അത് വന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റും. അല്ലല്ല, അങ്ങനെയൊന്നല്ല ഞാൻ പറഞ്ഞത്. രാജമല്ലൻ ട്യൂഷൻ ഇവിടെ കൊടുക്കാൻ വരരുത് ദയവുണ്ടായിട്ട്. രാജമല്ലൻ ട്യൂഷൻ എടുക്കാൻ വന്നാൽ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രാജമ്പല്ലൻ എന്ന് പറഞ്ഞ ആൾ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് എന്തു ചെയ്തു എന്നുള്ളത് ഞങ്ങൾക്കൊക്കെ വ്യക്തതയുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ആ പാർട്ടി അച്ചടക്കം ഇന്ന് വരെയും പാലിച്ചതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഈ മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ മറ്റേ മുൻ MLA മാർക്കോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ KC വേണുഗോപാൽ ഗ്രൂപ്പിൽ നിൽക്കുന്ന
4 പേര് 5 പേരാണ് ഇതിനു വേണ്ടി മുഴുവൻ ചുക്കാൻ പിടിച്ചത്. 5 പേര് ആ പേര് ഞാൻ വെളിപ്പെടുത്തില്ല. മല്ലനല്ല, ആ നിങ്ങൾ വിൻസെന്റ് ഉണ്ടോ? അത് നിങ്ങൾ തീരുമാനിച്ചോളെ. അതായത് ഈ 5 പേര് ഇവിടെ പല ഘട്ടങ്ങളിലായി നിജി ജസ്റ്റിന്റെ വീട്ടിലാണ് യോഗങ്ങൾ വരെ ചേർന്നിട്ടുള്ളത് പലപ്പോഴായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഗ്രൂപ്പ് ഇല്ല എന്നാണ് ഞങ്ങളുടെ നേതൃത്വം പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുകയും ഗ്രൂപ്പിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തിട്ടാണ് ഈ പണി ചെയ്യുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.